നമ്മൾ തലയിലേക്ക് കൈയെടുത്ത് വെച്ച് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങുമ്പോഴേക്കും ഇവരുടെ ഉള്ളിലുള്ള പിശാച് നമ്മളെ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള പൈശാചികമായിട്ടുള്ള ഗോഷ്ഠികൾ കാണിക്കാനും പൈശാചികമായിട്ട് സംസാരിക്കാനും തുടങ്ങും. ശരിക്കും ഒരു പിശാച് ആവഹിച്ച ഒരു കൊച്ചായിരുന്നത്. അവിടെ നിന്ന് കാറി ബഹളമൊക്കെ വെച്ചതിന് ശേഷം ഈ കൊച്ച് ചാടി എഴുന്നേൽക്കുകയാണ്. എഴുന്നേറ്റ് അപ്പോൾ അമ്മ അവിടെ അലറിക്കറിയാൻ തുടങ്ങി, എൻ്റെ മകൻ, ഞാൻ എടുത്തുകൊണ്ട് വന്ന മകൻ ഇതാ കാലിന് വീണ്ടും ശക്തി കിട്ടിക്കൊണ്ട് നടക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഈശോയുമായിട്ട് പ്രദക്ഷിണത്തിന് ഞങ്ങൾ അച്ഛന്മാരിറങ്ങുമ്പോൾ ഈശോ നടന്നു പോകുമ്പോൾ ഇവർ ഉരുണ്ട് പടഞ്ഞ് വീഴുകയാണ്. ഉരുണ്ട് പടഞ്ഞ് വീഴുന്നത് മാത്രമല്ല, നീ ദൈവമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോകുന്ന പിശാചുകളെ കണ്ണിന് നേരെ കണ്ടിട്ടുണ്ട്. എൻ്റെ പേര് ഫാദർ ജോബി തറയിൽ MCBS. MCBSൻ്റെ ആഫ്രിക്കൻ മിഷനായ ടാൻസാനിയയിൽ ഏകദേശം 16 വർഷമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. മന്ത്രവാദത്തിനും കൂടോത്രത്തിനൊക്കെ അടിമകളായി കിടക്കുന്ന ജനങ്ങളാണ് ശരിക്കും ടാൻസാനിയയിൽ അല്ലെങ്കിൽ ആഫ്രിക്കയിലെ കുറേ അധികം ജനങ്ങൾ. പിശാചിനാൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന വ്യക്തികൾ. ഇവർ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ നമുക്കറിയാം ഇങ്ങനെ ഒരു ആൾ ഇന്ന് വരാനായിട്ട് സാധ്യതയുണ്ട്. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേനും അവർക്ക് ഞാൻ ഒരു വിടുതലിൻ്റെ അല്ലെങ്കിൽ പൈശാചികമായിട്ടുള്ള ശക്തിയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടേണ്ടതിൻ്റെ ഒരു നൊവേന അവർക്ക് കൊടുക്കും. സാധാരണഗതിയിൽ ഒരു 9 ദിവസം നൊവേന ചെല്ലാൻ അവർക്ക് കൊടുക്കും. അതിനുശേഷമാണ് ഇവർ പള്ളിയിലേക്ക് വരിക. ഇങ്ങനെ പള്ളിയിലേക്ക് വന്നു കഴിഞ്ഞിട്ട് നമ്മൾ തലയിലേക്ക് കൈയെടുത്ത് വെച്ച് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങുമ്പോഴേക്കും ഇവരുടെ ഉള്ളിലുള്ള പിശാച് നമ്മളെ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള പൈശാചികമായിട്ടുള്ള ഗോഷ്ഠികൾ കാണിക്കാനും പൈശാചികമായിട്ട് സംസാരിക്കാനും തുടങ്ങും. അതിനുശേഷം ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ വെച്ച് ഇരുത്തിക്കൊണ്ട് അവരുടെ മേലെ കൈ ഉയർത്തി അവരെ ആശീർവദിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പൈശാചികമായിട്ടുള്ള അസ്വസ്ഥതകളിൽ നിന്നും അവർ സുഖപ്പെട്ടുകൊണ്ട് അവർ വളരെ ഭംഗിയായിട്ട് കുഞ്ഞാടുകളെ പോലെ ഇറങ്ങിപ്പോകുന്ന അവസ്ഥകൾ എനിക്ക് കാണുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതെല്ലാം ദിവ്യകാരുണ്യ ഈശോയിലുള്ള തീവ്രമായിട്ടുള്ള വിശ്വാസത്താലാണ്. ഒരു കൊച്ച് നടക്കാൻ പറ്റാതെ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്ന കൊച്ചാണ്, ഒരു കുഴപ്പമില്ലായിരുന്നു. അവൻ്റെ അമ്മ അവനെ എടുത്തുകൊണ്ട് വരികയാണ്, ഓട്ടോറിക്ഷയിലാണ് എടുത്തുകൊണ്ട് വരുന്നത്. എടുത്തുകൊണ്ട് വന്നിട്ട് പറയുകയാണ്, അച്ഛാ ഈ കൊച്ചിന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഈ കൊച്ച് ഒരു കുഴപ്പമില്ല, സ്കൂളിൽ പോയതാ, എന്തോ മന്ത്രവാദത്തിൻ്റെയോ എന്തോ കുഴപ്പമാണ്, അതുകൊണ്ട് അച്ഛാ എന്തെങ്കിലും ചെയ്യണം. ഞാൻ പറഞ്ഞു, എനിക്ക് ഒന്നും ചെയ്യാനില്ല, 2 മണിക്കൂർ നിങ്ങൾ ദിവ്യകാരൻ ഈശോയുടെ മുമ്പിൽ പോയി ഒന്ന് പ്രാർത്ഥിക്കുക. അങ്ങനെ 2 മണിക്കൂർ ദിവ്യകാരൻ ഈശോയുടെ മുമ്പിൽ പോയി പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ അവിടെ ചെന്ന് ആ രോഗിയുടെ മേളിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ശരിക്കും ഒരു പിശാച് ആവഹിച്ച ഒരു കൊച്ചായിരുന്നത്. അവിടെ നിന്ന് കാറി ബഹളമൊക്കെ വെച്ചതിന് ശേഷം ഈ കൊച്ച് ചാടി എഴുന്നേൽക്കുകയാണ്. എഴുന്നേറ്റ് അപ്പോൾ അമ്മ അവിടെ അലറിക്കറിയാൻ തുടങ്ങി, എൻ്റെ മകൻ, ഞാൻ എടുത്തുകൊണ്ട് വന്ന മകൻ ഇതാ കാലിന് വീണ്ടും ശക്തി കിട്ടിക്കൊണ്ട് നടക്കാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ ഇത് ഉറപ്പാക്കാൻ നമുക്കൊരു പണി ചെയ്യാം, നീ ഇറങ്ങി നടക്ക്. അവൻ ഇറങ്ങി നടന്നു. അതിനുശേഷം അവനോട് പറഞ്ഞു, നീ ഒരു പണി ചെയ്യും, നീ ഇറങ്ങി ഓട്. അവൻ പുറത്തേക്ക് ഓടിയിട്ട് തിരിച്ചു വന്നിട്ട് 2 കൈയും ഉയർത്തിപ്പിടിച്ച് ഈശോയ്ക്ക് ദിവ്യകാരുണ്യ നാഥന് നന്ദി പറയുന്ന ആ അനുഭവം അതൊന്നും മനസ്സിൽ നിന്ന് പോകുന്നതല്ല. അതായത് ദിവ്യകാരുണ്യത്തെ കൂടുതൽ മനസ്സിലാക്കാൻ തുടങ്ങിയപ്പോൾ അത്ഭുതങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, അവർ ഓരോരോ കാര്യങ്ങളും ഈശോയുടെ മുമ്പിൽ എഴുതി കൊണ്ടുവന്നിടാൻ തുടങ്ങി. ഇതാണ് ജീവനുള്ള ദൈവം, ഇതാണ് ജീവിക്കുന്ന ഈശോ എന്ന് മനസ്സിലാക്കാൻ തുടങ്ങി. അങ്ങനെ മനസ്സിലാക്കാൻ തുടങ്ങിയപ്പോൾ പള്ളിയിൽ അറിയാതെ, വലിയ പബ്ലിസിറ്റി ഒന്നും കൊടുത്തൊന്നുമില്ല, അറിയാതെ ആൾക്കാരങ്ങനെ കൂടി വരാൻ തുടങ്ങി. ഈശോയുമായിട്ട് പ്രദക്ഷിണത്തിന് ഞങ്ങൾ അച്ഛന്മാരിറങ്ങുമ്പോൾ ഈശോ നടന്നു പോകുമ്പോൾ ഇവർ ഉരുണ്ട് പടഞ്ഞ് വീഴുകയാണ്. ഉരുണ്ട് പടഞ്ഞ് വീഴുന്നത് മാത്രമല്ല, നീ ദൈവമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോകുന്ന പിശാചുകളെ കണ്ണിന് നേരെ കണ്ടിട്ടുണ്ട്. നീ ഈശോയാണ്, നീ എൻ്റെ അടുത്തേക്ക് വരണ്ട, ഇറങ്ങിപ്പോ, കടന്നു പോ എന്നെല്ലാം ഇവർ വിളിച്ചു പറയുന്നവരെ കണ്ടിട്ടുണ്ട്. എന്നാൽ ഈശോയുമായിട്ട് അവർക്കൊരു ആശീർവാദം കൊടുക്കുമ്പോൾ ശാന്തമായി പിശാച് ഇവരെ വിട്ടുപോകുന്നത്
ഒരുപാട് എനിക്ക് അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് പിശാചിൻ്റെ കാര്യങ്ങൾ മാത്രമല്ല, മറ്റ് അസുഖത്തിൻ്റെ കാര്യങ്ങളിലാണെങ്കിലും, അത് പൈശാചികമായിട്ടുണ്ടായ അസുഖങ്ങളാണെങ്കിൽ പോലും ചിലപ്പോൾ ഇവർ ഒമിറ്റ് ചെയ്യാറുണ്ട്, ഛർദ്ദിക്കാറുണ്ട്. ഇങ്ങനെ ഛർദ്ദിച്ച് കഴിയുമ്പോഴെല്ലാം ഈ മറ്റു പല രീതിയിലുള്ള കൂടോത്രങ്ങൾ വഴിയൊക്കെ ഇവരുടെ ശരീരത്തിനകത്ത് കയറ്റി വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം പുറത്തു പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിലൂടെ അവർ സൗഖ്യപ്പെടുന്നത് കണ്ടിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ നമുക്ക് പേടിയാകും, എന്നെ ഒന്ന് അറ്റാക്ക് ചെയ്യുമോ എന്ന് വരെ നമ്മൾ ചിലപ്പോൾ വിചാരിക്കാം. എന്നാൽ ഈശോയെ ഉയർത്തിപ്പിടിച്ച് നിൽക്കുമ്പോൾ ഒരു വിധത്തിലുള്ള ശക്തിക്കും നമ്മുടെ അടുത്തേക്ക് അടുക്കാനായിട്ട് സാധിക്കുകയില്ല എന്ന് പൂർണ്ണമായിട്ടൊരു ബോധ്യം എനിക്കുണ്ട്. കാരണം ഈശോയേക്കാൾ വലിയ ആരുമില്ല. എൻ്റെ മുമ്പിലേക്ക് ഈ പൈശാചികമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുള്ള വ്യക്തികൾ വന്നു കഴിയുമ്പോൾ ആദ്യം ഞാൻ അവരോട് ചോദിക്കുന്നതാണ്, കുമ്പസാരിച്ചിട്ട് എത്ര നാളായി? വർഷങ്ങളായിട്ട് കുമ്പസാരിക്കാത്ത വ്യക്തികളുണ്ടാവാറുണ്ട്. ആദ്യം നീ പോയി കുമ്പസാരിക്കുക. അല്ലെങ്കിൽ അവനെ കുമ്പസാരിക്കാനായിട്ട് ഒരുക്കും. ഇന്ന കാര്യങ്ങളിൽ കൂടെ നീ ചെയ്തിട്ടുള്ള പാപങ്ങളെക്കുറിച്ച് ചിന്തിക്കുക, ഇന്ന രീതിയിൽ കൂടെ നീ ചെയ്തിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. അങ്ങനെ കുമ്പസാരിക്കാനായിട്ട് അവരെ ഒരുക്കുന്നു. കുമ്പസാരിക്കാനായിട്ട് അവർ ഒരുക്കി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും പിശാച് പല രീതിയിൽ അവനെ മുടക്കാനായിട്ട് നോക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. വേറെ ഒന്നും ചെയ്യാതെ വിശുദ്ധ കുമ്പസാരം കഴിഞ്ഞതിന് ശേഷം ഒരുപാട് അത്ഭുതങ്ങൾ ഉണ്ടായതായിട്ട് എനിക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഈശോയുടെ മുമ്പിൽ ചെന്ന് നിന്നിട്ട് വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ പൈശാചികമായിട്ടുള്ള എല്ലാ വിധത്തിലുള്ള കെട്ടുകളിൽ നിന്നും മാറിപ്പോകുന്നതായിട്ട് എനിക്ക് അനുഭവമുണ്ട്. ഏതൊരു വ്യക്തി മനസ്സ് തുറന്ന് കുമ്പസാരിക്കുന്നുവോ അവനിൽ പിശാചിന് പിന്നെ താമസിക്കാനായിട്ട് സാധിക്കുകയില്ല. ഈശോയായിരിക്കും അവനിൽ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുത്ത് നടത്തുക. ഇവർക്ക് ഓരോ ട്രൈബുകളുണ്ട്. ഓരോ ട്രൈബിനും അവരുടേതായിട്ടുള്ള കുലദൈവങ്ങളുണ്ട്. ഇവർ ക്രിസ്ത്യാനിറ്റിയിലേക്ക് വന്നാലും ഈ ട്രൈബിനെ ഇവർ ബേസ് ചെയ്തുകൊണ്ടിരിക്കും. ഇവർ വീണ്ടും ഇതേ രീതിയിലേക്ക് തന്നെ തിരിച്ചു പോയിക്കൊണ്ടിരിക്കും. അപ്പം അങ്ങനെ ഇതേ രീതിയിലേക്ക് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഇങ്ങനെ പോയാൽ ശരിയാവില്ല. ഇവർക്ക് എന്താണ് ശരിക്കും വിശ്വാസം എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടില്ല. ഈശോ എന്താണെന്ന് അനുഭവിക്കാൻ ഇവർക്ക് സാധിക്കാത്തത് കൊണ്ടാണ് വീണ്ടും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവരുടെ ട്രൈബുകളുടെ മന്ത്രവാദങ്ങളിലേക്കും കൂടോത്രങ്ങളിലേക്കും എല്ലാം കടന്നു പോകാനായിട്ട് സാധ്യത ഉള്ളത് എന്ന് മനസ്സിലായി. അങ്ങനെ ചെയ്തപ്പോൾ ഞാൻ ഇവരെ കൊണ്ടുവന്ന് ഇവരെല്ലാം പള്ളിയിൽ കൊണ്ടുവന്ന് ഇരുത്തി ഇവരെ പഠിപ്പിച്ചു. ഈ കൂടോത്രം, മന്ത്രവാദം, ഇതെല്ലാം പൈശാചികമായിട്ടുള്ള കാര്യങ്ങളാണ് എന്നെല്ലാം ഇവരെ പഠിപ്പിച്ച് ബോധ്യപ്പെടുത്തി. ഒരു വ്യക്തി അവൻ ഈശോയെ സ്വീകരിച്ചിട്ട് വന്നേക്കാണ്. ഈശോയെ സ്വീകരിച്ചിട്ട് അവൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ വീട്ടിലുണ്ടായിരുന്നവരെല്ലാം ഇറങ്ങി ഓടിപ്പോയി. അത് കഴിഞ്ഞിട്ട് ഇവൻ വന്ന് പറയുകയാണ്, അച്ഛാ, ഞാൻ വിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ട് ചെന്നപ്പോൾ വീട്ടിലുള്ളവരെല്ലാം ഇറങ്ങി ഓടിപ്പോയി, എന്താ പറ്റിയത്? എന്നിട്ട് പിന്നെ അവർ തന്നെ സാക്ഷ്യമായിട്ട് വന്ന് പറയുകയാണ്, ഈ മനുഷ്യൻ കയറി വന്നപ്പോൾ ഞങ്ങളുടെ ഉള്ളിലെല്ലാം എന്തോ ഒരു ഡിസ്കംഫർട്ട് തോന്നി, അങ്ങനെ ഇവരെല്ലാം ഇറങ്ങി ഓടുകയാണ്. എന്നിട്ട് ഇവനോട് ചോദിക്കുകയാണ്, നീ എന്തുകൊണ്ടാണ് നീ വന്നപ്പോൾ ഞങ്ങളുടെ വീട്ടിലെല്ലാം ഇങ്ങനെ ഒരു തോന്നിയത്? അവൻ പറയാണ്, ഈശോ ദൈവമാണ്, നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലുള്ള ഈ പിശാചിൻ്റെ പ്രവൃത്തിയായിട്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. അങ്ങനെ ആ കുടുംബം മുഴുവൻ വന്നിട്ട് പറയാണ്, അച്ഛാ, ഞങ്ങൾക്ക് ഈ ഈശോയെ മതി, ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, ഞങ്ങളെ നശിപ്പിക്കുന്ന ഈ പിശാചിൻ്റെ ശക്തി ഞങ്ങൾക്ക് വേണ്ട. അതുപോലെ തന്നെ വേറെ കുടുംബത്തിൽ ഇതുപോലെ ഈശോയെ അറിഞ്ഞ്, അപ്പനും അമ്മയും ഈശോയെ അറിഞ്ഞ്, എന്നാൽ അവിടുത്തെ 2 പിള്ളേർ നല്ലതല്ലാത്ത രീതിയിൽ ഇവർ മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു. ഈശോയെ മനസ്സിലാക്കി സ്വീകരിച്ചു കഴിഞ്ഞിട്ട് അവർ കുടുംബത്തിലേക്ക് ചെന്ന് കഴിഞ്ഞിട്ട് അവർ പറയുകയാണ്, ഇങ്ങനെ വീട്ടിലേക്ക് എന്നിട്ട് മാറ്റങ്ങൾ ഉണ്ടാവണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഇവർ ആദ്യം ഭയങ്കരമായിട്ട് ഇതിനെ റിയാക്ട് ചെയ്തു. പിന്നീട് ഇവരുടെ 2 പേരുടെയും പ്രാർത്ഥന കൊണ്ട് ഈ വിശുദ്ധ കുർബാന സ്വീകരിച്ച വിശുദ്ധ കുർബാനയിൽ ഡീപ്പായിട്ട് അങ്ങ് ഇവർ മണിക്കൂറുകൾ ഈശോയുടെ മുമ്പിലേക്ക് വന്നിരിക്കാൻ തുടങ്ങി. അങ്ങനെ ഡീപ്പായിട്ട് ഇവർ വന്നിരുന്നപ്പോൾ ഈ മക്കൾ അറിയാതെ തന്നെ അങ്ങ് മാറാൻ തുടങ്ങി. ഈശോ അവരുടെ ഉള്ളിലേക്ക് പ്രവർത്തിക്കാൻ തുടങ്ങി. അത് കണ്ടിട്ട് ആ കുടുംബം മുഴുവൻ മാറി. അവരെല്ലാ ദിവസവും പള്ളി വരാൻ തുടങ്ങിയപ്പോഴത്തേനും അയൽപ്പക്കക്കാർ ചോദിച്ചു, ഇവർക്ക് എങ്ങനെ ഒരു മാറ്റം ഉണ്ടാകാൻ സാധിച്ചു? അപ്പോഴവർ പറഞ്ഞു, ദിവ്യകാരുണ്യ ഈശോയാണ് ഞങ്ങളെ മാറ്റിയത്. അങ്ങനെ ഈശോ കുടുംബത്തിലേക്ക് കയറി ചെന്നപ്പോൾ പിശാചിൻ്റെ ആധിപത്യത്തിൽ നിന്ന് മാറ്റിയെടുക്കാനായിട്ട്, പിശാചിൽ നിന്ന് മാറിയെടുക്കാനൊക്കെ ആയിട്ട് വിശുദ്ധ കുർബാന സ്വീകരിച്ചപ്പോൾ ഇവർക്ക് ഒരുപാട് സാധിച്ചു. ഈശോയിൽ വിശ്വസിക്കണം. ഈശോയിൽ വിശ്വസിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്ഭുതങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും.
ആഫ്രിക്കയിൽ നിന്നുള്ള എൻ്റെ അനുഭവം മുഴുവൻ അതാണ്. ഈശോ കൂടെ നടക്കുന്നു. ബാക്കിയുള്ളവർ പേടിപ്പെട്ട് പോകാൻ മടിക്കുന്ന സ്ഥലങ്ങളിലേക്ക് ഒക്കെ ഇറങ്ങിച്ചെല്ലുവാനായിട്ടും അവരുടെ അടുത്തേക്കും ആ ജനങ്ങളുടെ അടുത്തേക്കും സ്ഥലങ്ങളിലേക്കും ചെല്ലാനായിട്ടും സാധിക്കുന്നത് എനിക്ക് ഇങ്ങനെയൊരു ഉറപ്പുള്ളതുകൊണ്ടാണ്. ഞാൻ സ്വീകരിക്കുന്ന എൻ്റെ ഈശോ, ഞാൻ ബലിയർപ്പിക്കുമ്പോൾ ഇറങ്ങി വരുന്ന എൻ്റെ ഈശോ എൻ്റെ കൂടെ നടക്കുന്നുണ്ട് എന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടാണ്. നമുക്കും ആ ബോധ്യത്തിൽ ആയിരിക്കാം. അപ്പോൾ ഈശോ തീർച്ചയായിട്ടും നമ്മളോടൊപ്പം നടന്നുകൊള്ളും, നമ്മോടൊപ്പം പ്രവർത്തിച്ചുകൊള്ളും. വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.